സാന്താക്ലോസിൻ്റെ ചുവന്ന കുപ്പായം. സാന്താക്ലോസിൻ്റെ കുപ്പായത്തിന് എങ്ങനെയാണ് ചുവപ്പ് നിറം കിട്ടിയത്? പലരും വിശ്വസിക്കുന്നത് പോലെ കൊക്കക്കോള കമ്പനിയുടെ പരസ്യത്തിലല്ല ആദ്യമായി ചുവന്ന ഉടുപ്പ് ധരിച്ച് സാന്താക്ലോസ് പ്രത്യക്ഷപ്പെട്ടത്. യഥാർത്ഥത്തിൽ അതിനൊക്കെ വളരെ മുമ്പേ ക്രിസ്മസ് അപ്പൂപ്പൻ ചുവന്ന നിറമുള്ള രോമക്കുപ്പായം ഇട്ടു തുടങ്ങിയിരുന്നു. 1881 തോമസ് നാസ്റ്റ് എന്ന അമേരിക്കൻ കാർട്ടൂണിസ്റ്റാണ് ഇന്ന് നമുക്ക് പരിചയമുള്ള രസികൻ സാന്തയെ സൃഷ്ടിച്ചത്. ചുവപ്പിൽ വെളുത്ത രോമങ്ങളുള്ള ഉടുപ്പും നീളൻ തൊപ്പിയും കറുത്ത വലിയ ബെൽറ്റും ആദ്യമായി സാന്തയ്ക്ക് സമ്മാനിച്ചത് ഈ ചിത്രകാരനാണ്. ഹാർപ്പേഴ്സ് വീക്കിലി എന്ന മാസികയുടെ 1863 ജനുവരി ലക്കം മുതൽ 1886 വരെ വിവിധ തരം സാന്തമാരെ നാസ്റ്റ് സൃഷ്ടിച്ചു. മെലിഞ്ഞ സാന്തയും പച്ച ഉടുപ്പിട്ട സാന്തയും ഒക്കെ ഇക്കൂട്ടത്തിൽ പെടും. അമേരിക്കൻ ആഭ്യന്തര യുദ്ധ സമയത്താണ് നാസ്റ്റിൻ്റെ ആദ്യ സാന്താക്ലോസ് ചിത്രങ്ങൾ വന്നത്. പതിയെ പതിയെ കുടവയറും വെള്ളത്താടിയും രോമക്കുപ്പായവും സമ്മാനച്ചാക്കുമൊക്കെ അദ്ദേഹം സാന്തയ്ക്കൊപ്പം ചേർത്തു. ഒടുവിൽ 1881 പ്രസിദ്ധീകരിച്ച ദ മെറി ഓൾഡ് സാന്താക്ലോസ് എന്ന ചിത്രം നമുക്കിന്ന് പരിചിതമായ സാന്തയെ അവതരിപ്പിച്ചു. ക്ലെമന്റ് ക്ലാർക്ക് മൂറിൻ്റെ എ വിസിറ്റ് ഫ്രം സെൻറ്റ് നിക്കോളസ് എന്ന ലോകപ്രസിദ്ധമായ കവിത സാന്താക്ലോസിനെ സൃഷ്ടിക്കാൻ നാസ്റ്റിന് പ്രചോദനമായി. ഒപ്പം ജർമ്മനിയിലെ സിന്ദർ ക്ലാസ് സങ്കല്പവും അമേരിക്കയിലെ ക്രിസ്മസ് പാരമ്പര്യങ്ങളുമൊക്കെ അദ്ദേഹം വിദഗ്ധമായി ഉപയോഗിച്ചു. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ നാടും അദ്ദേഹത്തിൻ്റെ സഹായികളായ എൽഫുകൾ പണിയെടുക്കുന്ന വർക്ക്ഷോപ്പുമൊക്കെ നോർത്ത് പോളിൽ സെറ്റ് ചെയ്തതും നാസ്റ്റ് തന്നെ. അദ്ദേഹം വരച്ച സാന്താക്ലോസ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് ഹഡോൺ സൺബ്ലോം എന്ന ആർട്ടിസ്റ്റ് കോള പരസ്യങ്ങളിലെ സാന്തയ്ക്ക് രൂപം നൽകിയത്. അത് ലോകം മുഴുവൻ പ്രശസ്തമാവുകയും ചെയ്തു. എന്നാലും എന്തുകൊണ്ടാവും തോമസ് നാസ്റ്റ് സാന്തയുടെ കുപ്പായത്തിന് ചുവപ്പ് നിറം കൊടുക്കാൻ തീരുമാനിച്ചത്? സെൻറ്റ് നിക്കോളാസ് എന്ന വിശുദ്ധനിൽ നിന്നാണ് സാന്താക്ലോസിൻ്റെ പിറവി എന്ന് കേട്ടിട്ടില്ലേ? സെൻറ്റ് നിക്കോളാസിന് ചുവന്ന മേൽക്കുപ്പായം ധരിക്കുന്ന ശീലമുണ്ടായിരുന്നത്രേ. എന്നാൽ പഞ്ഞിക്കെട്ട് പോലുള്ള വെള്ളത്താടിയും ചുവന്ന ഉടുപ്പും അതിലെ തൂവള്ള രോമങ്ങളും അരയിലെ വലിയ കറുത്ത ബക്കിൾ ബെൽറ്റും ചേരുമ്പോഴുള്ള ഭംഗി കാരണമാണ് നാസ്റ്റ് സാന്തയെ ഇങ്ങനെ വരച്ചതെന്നാണ് കരുതുന്നത്. സാന്തയ്ക്ക് താടിയും കുടവയറും ഒക്കെ നൽകാൻ നാസ്റ്റ് മാതൃകയാക്കിയത് ആരെന്നോ? അദ്ദേഹത്തെ തന്നെ.